എത്രയും പെട്ടെന്ന് നമ്മളെ പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കണം. എന്നിട്ട് ഈ വാടക വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം. പിന്നെ നമ്മളെ മോക്ക് നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്കണം. പിന്നെ അവളെ കല്യാണവും തക്കാരവും വരെ കഴിഞ്ഞിട്ട് ഞാനിനി ദുബായിലേക്ക് പോകണുള്ളൂ. എന്ത് ചെയ്യുന്നു മിണ്ടാത്ത? ചിരിച്ചല്ല. എനിക്ക് റസീനാനോടെങ്കിലും കാര്യം തുറന്നു പറയുന്നു. സിദ്ദിഖ, സാധാരണ പ്രവാസിക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചിലതൊക്കെ കുറച്ച് കാലമായിട്ട് എനിക്കുണ്ട്. അതിൻ്റെ കൂടാണ് നവാസ് ഇതും കൂടി പിടിച്ചോന്ന് പറഞ്ഞിട്ട് പടച്ചോൻ്റെ വേറൊരു പരീക്ഷണം. എൻ്റെ ഹാർട്ടിന് ഇങ്ങനെ ഒരു സൂക്കേടുണ്ടെന്ന്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നൊക്കെ റസീനോട് പറഞ്ഞാൽ ഓളെ ഹാർട്ട് പൊട്ടി ഓളെയും കൊണ്ട് ഞാൻ നടക്കേണ്ടി വരും. എന്തിനാ വെറുതെ നമ്മൾ ഓരോ ടെൻഷൻ അടിക്കുന്നത്? എനിക്കെന്തെങ്കിലും ബേജാറുണ്ടോ? എൻ്റെ കാര്യത്തിലില്ല. പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ റസീനാക്കും നോക്കും. അതിന് എനിക്കെന്തെങ്കിലും പറ്റിയാലല്ലേ? അങ്ങനൊരു ബേജാറൊന്നും എനിക്ക് വേണ്ട. നമ്മളിപ്പോൾ കാണിക്കുന്നതേ നല്ല കഴിവും കാര്യപ്രാപ്തിയുള്ള ഡോക്ടർ തന്നെയാണ്. മാറിയിരിക്കില്ലേ? ഈ ധൈര്യമായിട്ടിരിക്കണോ? എന്ത് ചെയ്യാനമ്മ, 4 മാസമായി വന്നിട്ട്. ഇനി വീടിന്റെ പണിയും കഴിഞ്ഞ് മോളെ കെട്ടും കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നാ പറയുന്നത്. അതിന് ഇവിടെ എങ്ങനെ അടയിരുന്നിട്ട് കാര്യമുണ്ടമ്മ? പോയി പണിയെടുത്ത് പൈസ അയച്ചല്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി, ഓനിനി പോകുന്നില്ലേ, പണി നിർത്തി പോന്നതാണോ? കേട്ട് കേട്ട് മടുത്ത്. നവാസ്, ഇനി എന്നാ മടക്കും? അതൊന്നും നമ്മളല്ലല്ലോടാ